എൻ്റെ സുരേന്ദ്ര, അറപ്പാവുന്നടോ വെറുപ്പാവുന്നടോ തന്നോട്? ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചെന്ന് സുരേന്ദ്രനോട് ഇങ്ങനെ ചോദിക്കുക, BJP-യുടെ മുൻ പ്രസിഡന്റിനോട് പറയാ, ഇവിടെ പച്ചയെ സുഖിപ്പിക്കാൻ വേണ്ടി, പച്ചക്കാരുണ്ടല്ലോ മുസ്ലിങ്ങൾ, അവരെ സുഖിപ്പിക്കാൻ വേണ്ടി വി ശിവൻകുട്ടി ചെയ്ത ഒരു സംഭവമാണ്. ഭാരതാംബ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സംസ്കാരമാണ്. അത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവും. ഭാരതാംബയെ അനുകൂലിക്കാത്തവർ, മറ്റേ സാധനം, ദേശത്തെ അപമാനിക്കുന്നവർ, മോദിയെ പറയുമ്പോൾ, അമിത്ഷായെ പറയുമ്പോൾ, യോഗിയെ പറയുമ്പോൾ, RSSനെ പറയുമ്പോൾ അതെല്ലാം ദേശദ്രോഹ കുറ്റമായി മാറ്റുന്ന പോലെ, എല്ലാത്തിനെയും ദേശീയതയോട് ചേർത്ത് വെക്കുന്നത് പോലെ ഇതിനെയും വെച്ചു തുടങ്ങിയിരിക്കുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? തെരുവിൽ RSS വലിയ രീതിയിലുള്ള യുദ്ധം യുവമോർച്ച എടുത്തേക്കുകയാണ്. വലിയ രീതിയിലുള്ള കരിങ്കൊടി കാണിക്കലുകൾ, വലിയ രീതിയിലുള്ള റോഡ് ഉപരോധങ്ങൾ, അക്രമങ്ങൾ. എന്താ കാര്യം? ഭാരതാംബയെ അപമാനിച്ചെന്ന്. ആരാണ് ഭാരതാംബ? എന്തിനെയാണ് നിങ്ങൾ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഭാരതാംബ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തെ, വലിയ ഒരു പുണ്യ സാധനത്തെ ഇങ്ങനെ അപമാനിച്ചതിന്റെ പേരിലോ? അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന് പച്ചയ്ക്ക് പറയാ വീണ്ടും ഇരുന്ന്. നിങ്ങൾ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കണ്ട. ഞങ്ങളുടെ കുട്ടികളിൽ ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പത്തെ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട. ഇന്ത്യയിൽ അങ്ങനെ ഒരു സങ്കല്പമില്ല. ഈ നാട് എല്ലാ മതക്കാർക്കും ഒത്തിണങ്ങി ഒരുമിച്ച് നിരവധി സംസ്കാരങ്ങൾക്ക് ഒറ്റക്കെട്ടോടെ, ഒറ്റ മനസ്സോടെ ജീവിക്കാൻ, പ്രവർത്തിക്കാൻ ഉള്ളതാണ്. ഒരു സംശയവുമില്ല. അതിനെ ഒരു കാവിക്കൊടി കൊടുത്ത് സിംഹത്തിന്റെ പുറത്ത് ഒരു സ്ത്രീ രൂപത്തെ കയറ്റിയിരുത്ത് അങ്ങ് പ്രവർത്തിച്ചോ, അങ്ങ് നിലവിളക്ക് കൊളുത്തിക്കോ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ സൗകര്യമില്ലെന്ന് ഞങ്ങളുടെ തൻ്റെ ഇടമുള്ള ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സുരേന്ദ്രനെ പോലെയുള്ളവരെയൊക്കെ എന്ത് ചെയ്യണം. കാരണം ആലോചിച്ച് നോക്കൂ, ഇത്ര പച്ചയ്ക്കുള്ള വിഷം പറയുക എന്ന് പറഞ്ഞാൽ, പച്ചയെ സുഖിപ്പിക്കാൻ, മറ്റാളുകളുടെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഒരു ഉളുപ്പില്ലേ? BJP ആണ്, ഞങ്ങൾക്ക് വർഗീയത പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയുള്ളൂ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ സുരേന്ദ്രന്റെ ഒക്കെ ഒരു നിലപാട്. ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. മതത്തെ, വർഗീയതയെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത്, എസ്കലേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. ഒരു ഉളുപ്പുമില്ലാതെ വലിയ എന്തോ കാര്യം പറയുന്ന പോലെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുന്നത്. 1% പോലും സംശയിക്കണ്ട, കേരള മണ്ണിൽ BJP വളരുക തന്നെയില്ല. BJPക്ക് ഒരു രീതിയിലും ഇവിടെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല. പല പ്രാവശ്യം പറഞ്ഞതുപോലെ തുറന്നു വെച്ച തൃശ്ശൂരിലെ അക്കൗണ്ട് ഉണ്ടല്ലോ, സുരേഷ് ഗോപി ഇവിടെ ചെയ്യുന്ന രാജാവാണെന്നുള്ള രീതിയിലുള്ള നടത്തമുണ്ടല്ലോ, ആ ഒരു പ്രവർത്തനമുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ മുഴുവനും സുരേഷ് ഗോപി ഒരു ട്രെൻഡിങ് നെഗറ്റീവ് ഫാക്ടറായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എഴുതി വെച്ചിട്ടുണ്ട്, കേരളം തരില്ല ഇനി ഒരു MP സീറ്റ്, ഒരു MLA സീറ്റ് തരാനാവില്ല. കാരണം നാവെടുത്തു പറയുന്നത് മുഴുവനും മനുഷ്യത്വമല്ല, നാവെടുത്തു പറയുന്നത് മുഴുവനും ഈ നാടിന് വേണ്ട കാര്യങ്ങളല്ല. നിങ്ങൾ ശബ്ദിക്കുന്നത് അത്രയും വർഗീയത. ഈ നാടിന്റെ ബേസിക് കാര്യങ്ങൾ മുഴുവനും കുഴിച്ചു മൂടിയിട്ട് ഈ നാട്ടിൽ മതത്തിന്റെ പേരിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നാട്ടിൽ സംഭവിച്ച കാര്യങ്ങളെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. വിദ്യാഭ്യാസം കൂടിപ്പോയടോ ഈ നാട്ടിൽ, സാക്ഷരത കൂടിപ്പോയടോ ഈ നാട്ടിൽ, മനുഷ്യത്വം ഉറഞ്ഞു കിടക്കുന്നടോ ഈ നാട്ടിൽ. അതുകൊണ്ട് തന്നെ കടക്കുപുറത്ത് സുരേന്ദ്രന്മാരെ, കടക്കുപുറത്ത് ഒരു രീതിയിലും നിങ്ങൾക്കിവിടെ പ്രവേശനമില്ല.